ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പച്ചമാങ്ങയും തേങ്ങയും കൂടി വെച്ച് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ചമ്മന്തികളുടെ റെസിപ്പി നോക്കാം. മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മാങ്ങയുടെ ഒരു ഹാഫ് പോർഷനും എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ പുളിക്കനുസരിച്ച് നമുക്ക് കോട്ടിയും കുറച്ചും എടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 5 പച്ചമുളകും 4 ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് എടുത്ത് വെച്ച് മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. മാങ്ങയെല്ലാം നന്നായി തന്നെ ഒന്ന് അരഞ്ഞു വരണം. ഇപ്പോൾ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ചമ്മന്തി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. വെളിച്ചെണ്ണയും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയും ചോറിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങയും തേങ്ങയും വെച്ച് ഒരു ചമ്മന്തി കൂടെ ഞാനിപ്പോൾ റെഡിയാക്കുന്നുണ്ട്. ഞാനിതിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് ചുവന്നുള്ളി ആണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു പീസ് ഉള്ളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു മാങ്ങയുടെ ഹാഫ് പോർഷൻ പച്ചമാങ്ങയാണ് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മാങ്ങയുടെ പുളിക്കനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ടിപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ എരിവ് കുറവായിരിക്കും. അതുകൊണ്ട് ചമ്മന്തിയിൽ കുറച്ച് എപ്പോഴും എരിവുണ്ടായിരിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയെല്ലാം ഇതുപോലെ നന്നായി ഒന്ന് അരഞ്ഞു വരണം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. മാങ്ങ ചമ്മന്തിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ചമ്മന്തിയും നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ 2 ചമ്മന്തിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.